നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ കറൻസിയിൽ ഇതുവരെയായിട്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താത്ത ഒരാളാണോ നിങ്ങൾ? ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് സമയമില്ലാത്തതുകൊണ്ടൊക്കെയാണോ നിങ്ങൾ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുന്നത്? അതോ എപ്പോഴാണ് നല്ല സമയമെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ ഞാൻ പറയുന്നു, ഇതാണ് ഏറ്റവും നല്ല സമയം, ഇതായിരിക്കും ഏറ്റവും നല്ല വീഡിയോ. നിങ്ങളൊരു ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിറ്റ്കോയിനെ പറ്റിയുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയുള്ള A to Z കാര്യങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. സ്മാർട്ട് കോൺട്രാക്ട് എന്താണെന്നോ, DeFi എന്താണെന്നോ, ലൈറ്റ്നിങ് നെറ്റ്വർക്ക് എന്താണെന്നോ, ബിറ്റ്കോയിൻ ഹാവിംഗ് എന്താണെന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതിനെ പറ്റിയുള്ള ഒരു അടിസ്ഥാന ധാരണ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നും ആ ഒരു ടെക്നോളജിയുടെ സാധ്യതകൾ എന്താണെന്നും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും കാലഘട്ടങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്ന ക്രിപ്റ്റോ കറൻസികൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. സോ ക്രിപ്റ്റോ കറൻസിയുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ്റെയും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. ക്രിപ്റ്റോയിലെന്നല്ല, നിങ്ങൾ ഏതൊരു ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിലും എന്തിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്താണ് ആ സാധനം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു അടിസ്ഥാന ധാരണയെങ്കിലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒന്നും അറിയാതെ ഒന്നിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. നമ്മൾ ഈ ചാനലിൽ ഒരുപാട് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഞായറാഴ്ചകളിലും ഓരോ ട്രേഡിംഗ് സ്ട്രാറ്റജീസിൻ്റെ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇനിയും ഒരുപാട് വീഡിയോസ് വരാനായിട്ടുണ്ട്. അപ്പോൾ ഈ ട്രേഡിങ്ങും അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിലുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ട്രേഡ് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ ട്രെൻഡ് ഏതാണെന്ന് മനസ്സിലാക്കണം, അവിടുത്തെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഏരിയാസ് മനസ്സിലാക്കണം, ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻഡിക്കേറ്റേഴ്സ് ഏത് രീതിയിലാണ് പെർഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പ്രൈസ് ആക്ഷൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ചാർട്ടിൽ നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ഏതൊരു അസറ്റ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. ബിറ്റ്കോയിൻ ആയാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്റ്റോക്കുകളായാലും ഏത് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ. ഇതിൻ്റെ എല്ലാം ഒരു ലോങ് ടേം ട്രെൻഡ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും അപ് ട്രെൻഡ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അതായത് വളർച്ച മാത്രമേ അതിൽ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു ലോങ് ടേമിൽ. അപ്പോൾ അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെന്റിന്റെയും അതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെയും പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് എഫേർട്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇൻവെസ്റ്റ് ആൻഡ് സിറ്റ് ബാക്ക്. സോ അത് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ വളരെയധികം പവർഫുൾ ആക്കി നിർത്തുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഇപ്പോൾ നിസ്സാരം എന്ന് കരുതുന്ന ചെറിയൊരു തുക നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടൈമിലേക്ക് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു തുകയായിരിക്കും റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ കാര്യം കൃത്യമായിട്ടുള്ള ഉദാഹരണത്തോട് കൂടിയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനു മുൻപ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തിന്, എങ്ങനെ തുടങ്ങിയ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായേക്കാം. സോ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എന്തിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫ്ലേഷനെ അല്ലെങ്കിൽ പണപ്പെരുപ്പത്തിനെ മറികടക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയല്ലാതെ വേറെ ഒരു ഓപ്ഷനും നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഫ്ലേഷൻ എന്താണ് അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്താണ് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വിലക്കയറ്റം എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതായത് ഓരോ വർഷം കഴിയും തോറും സാധനങ്ങളുടെ വില കൂടി വരികയാണ്. ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2019 നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ലിറ്ററിൽ കൂടുതൽ പെട്രോളോ ഡീസലോ ഒക്കെ അടിക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് ഒരു 100 രൂപയും കൊണ്ട് പെട്രോൾ പമ്പിൽ പോയിട്ട് 1 ലിറ്റർ പെട്രോൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? 1 ലിറ്റർ ഡീസൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുമോ? ഇല്ല. ഓരോ സാധനങ്ങളുടെയും വില, പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും മാത്രമല്ല ഓരോ സാധനങ്ങളുടെയും വില ഓരോ വർഷം കഴിയും തോറും കൂടി വരികയാണ്. സോ നമ്മൾ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ നമ്മൾ എന്തെങ്കിലും വല്ല കാശ് കൊടുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അലമാരിയിൽ പൂട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണപ്പെരുപ്പത്തിനെ നമുക്ക് ഒരിക്കലും ബീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അതിനെ മറികടക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഇട്ടാൽ പോരെ എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ഡാറ്റാസ് നിങ്ങൾ കാണുക, അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കുക. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ FD ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഇൻഫ്ലേഷനെ മറികടക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. 2022 പ്രമുഖ ബാങ്കുകളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത്. മാക്സിമം കിട്ടാവുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം 5 മുതൽ 6% വരെയാണ്. അപ്പോൾ ഒരു 20 വർഷത്തേക്ക് 1 ലക്ഷം രൂപ 6% ഇൻട്രസ്റ്റ് റേറ്റിൽ FD ഇട്ട ഒരാൾക്ക് 20 വർഷം കഴിയുമ്പോൾ കിട്ടാനായിട്ട് പോകുന്നത് 2 lakh something rupees ആണ്. അടിപൊളിയാണെന്ന് ചിന്തിക്കുന്നവർ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 2022 മാർച്ചിലെ ഡാറ്റാസ് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ 6.95% ഇന്ത്യയിലെ ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് എന്ന് പറയുന്നത്.
ഈ 6.95% വരുന്ന ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റിനെ എങ്ങനെയാണ് വെറും 6% മാത്രം ഇൻട്രസ്റ്റ് വരുന്ന FDക്ക് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റുക? സോ നമ്മൾ FD ഇടുന്നത് കൊണ്ട് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ല എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സോ FD അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അല്ല. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന ക്രിപ്റ്റോ കറൻസിയെ പറ്റി പറയാം. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം വരുന്നത് ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. സോ ബിറ്റ് കോയിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ബിറ്റ് കോയിനെ പറ്റിയിട്ട് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു ഡയലോഗാണ്, 10 വർഷം മുമ്പ് ബിറ്റ് കോയിനിൽ ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 1,00,000 രൂപയോ നിക്ഷേപിച്ചിട്ടുള്ള ആളുടെ കയ്യിൽ ഇന്ന് ലക്ഷങ്ങൾ ഉണ്ടാവും എന്നുള്ളൊരു ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സംഭവം സത്യമാണ്. കാരണം വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കഴിഞ്ഞ 10 വർഷത്തിൽ ബിറ്റ് കോയിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. സംഭവം ശരിയാണ്, ഒരു മാർക്കറ്റ് ക്രാഷിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ ഒരു 10 വർഷം പുറകിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ബിറ്റ് കോയിന്റെ വിലയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇന്നത്തെ ബിറ്റ് കോയിന്റെ വില. സോ ഗംഭീരമായിട്ടുള്ള ഒരു ഗ്രോത്ത് തന്നെയാണ് ബിറ്റ് കോയിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതിൽ സംശയമൊന്നും വേണ്ട. മറ്റുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം മോശമാണ്, ബിറ്റ് കോയിൻ മാത്രമാണ് അടിപൊളി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗോൾഡ് ആയാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിലായാലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്രോത്ത് അവിടെയും ഉണ്ടായിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മുടെ ടോപ്പിക്ക് ബിറ്റ് കോയിൻ ആയതുകൊണ്ടാണ് ഞാൻ അതിനെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് കോയിനിൽ ഗംഭീരമായിട്ടുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് കരുതി നിങ്ങളുടെ കയ്യിലുള്ള പൈസ മുഴുവനും ബിറ്റ് കോയിനിലേക്ക് നിക്ഷേപിക്കണം എന്നാണോ അതിനർത്ഥം? ഒരിക്കലും ചെയ്യരുത്. ബിറ്റ് കോയിൻ ഇത്രയും ഗംഭീരമായിട്ടുള്ള റിട്ടേൺസ് ഒക്കെ തരുന്നു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള റിസ്ക്കും അതിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ബിറ്റ് കോയിനിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഏത് രീതിയിൽ വേണം ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി അങ്ങോട്ട് വിശദമായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. EPNS ആണ്, എതേറിയം പുഷ് നോട്ടിഫിക്കേഷൻ സർവീസ് ആണ്. എന്താണ് EPNS എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി Web3 പ്രൊജക്റ്റ് ആണ്. എതേറിയം DeFi പ്രോട്ടോകോൾസിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു Web3 ആപ്ലിക്കേഷൻ ആണ് ഈ EPNS എന്ന് പറയുന്നത്. ഇതിന്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും, പോയി നോക്കാം. എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം, എവിടെയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? സ്വാഭാവികമായിട്ടും തുടക്കക്കാരനായിട്ടുള്ള ഒരാളുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇത്. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഓരോ മാസവും അനാവശ്യമായിട്ട് ചിലവാക്കി കളയുന്ന ഒരു ചെറിയൊരു എമൗണ്ട് ഉണ്ടാവുമല്ലോ. ഒരു 1000 രൂപയാണ് എന്നുണ്ടെങ്കിൽ ഒരു 1000 രൂപ നിങ്ങൾ എല്ലാ മാസവും അനാവശ്യമായിട്ട് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവാക്കി കളയുന്ന പൈസ ഉണ്ടാവുമല്ലോ, ആ എമൗണ്ട് മാത്രം നിങ്ങൾ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ സ്റ്റോക്കോ ഗോൾഡിലോ ഒക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഓക്കെ. പക്ഷേ ക്രിപ്റ്റോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലുള്ള നിങ്ങൾ അനാവശ്യമായിട്ട് ചിലവാക്കി കളയാറുള്ള ചെറിയ ഒരു എമൗണ്ട് മാത്രം ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നമ്മൾ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസും കിട്ടുള്ളൂ. ശരിയാണ്, വലിയ രീതിയിലുള്ള ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെയാണ് നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസും കിട്ടുള്ളൂ. എന്നാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങളിപ്പോൾ ഒരു 20,000 രൂപ സാലറി ഉള്ള മാസ വരുമാനമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ആ 20,000 രൂപയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1000 രൂപയാണ് നിങ്ങൾ അനാവശ്യമായിട്ട് എല്ലാ മാസവും ചിലവാക്കി കളയാറുള്ളത്. അപ്പോൾ എല്ലാ മാസവും സാലറി കിട്ടുമ്പോൾ തന്നെ ആ 1000 രൂപ ബിറ്റ് കോയിനിൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ ഇൻവെസ്റ്റ്മെന്റ് എല്ലാ മാസവും കണ്ടിന്യൂ ചെയ്ത് പോവുക. അതായത് 1000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ക്രിപ്റ്റോയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നടത്തി പോവുക. SIP, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഫോളോ ചെയ്യുക. എന്താണ് SIP എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചിതമായിട്ടുള്ള ഒരു തുക നിശ്ചിതമായിട്ടുള്ള ഇടവേളകളിൽ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയെയാണ് നമ്മൾ SIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ക്രിപ്റ്റോ കറൻസിയിൽ നടത്താനായിട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗംഭീരമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ നേരെ ഗൂഗിളിൽ പോവുക. ഗൂഗിളിൽ പോയിട്ട് ബിറ്റ് കോയിൻ SIP കാൽക്കുലേറ്റർ എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ ഏറ്റവും ആദ്യത്തെ വെബ്സൈറ്റിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഏത് വെബ്സൈറ്റിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ ഇവിടെ ഏറ്റവും ആദ്യത്തെ വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴേക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ്റെ ഒരു SIP കാൽക്കുലേറ്റർ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ മാസവും 1000 രൂപ വെച്ചിട്ട് ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഇന്ന് ഏകദേശം 2,13,404 രൂപയായിരിക്കും ഉണ്ടായിരിക്കുക.
അതായത് നമ്മൾ ടോട്ടലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് 60,000 രൂപ മാത്രമാണ്. അതായത് ഓരോ മാസവും 1000 രൂപ വെച്ചിട്ട് ഒരു 5 വർഷത്തേക്ക് 60,000 രൂപയാണ് ടോട്ടലായിട്ട് വരാം. അപ്പോൾ നമ്മുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വെറും 60,000 രൂപയാണ്. ഈ 60,000 രൂപ നമ്മൾ ഒറ്റയടിക്കാണോ നിക്ഷേപിച്ചിട്ടുള്ളത്? അല്ല, ഓരോ മാസവും ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ടാണ് നമ്മളോട് നിക്ഷേപിച്ചിട്ടുള്ളത്. ആൻഡ് ഒരു 5 വർഷം കഴിഞ്ഞപ്പോൾ അതിന്റെ ഇരട്ടിയിലധികമാണ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. സോ ബിറ്റ് കോയിൻ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുള്ള റിട്ടേൺസ് തരാനായിട്ട് സാധ്യതയുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു SIP എന്ന് പറയുന്ന രീതിയിലൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഓരോ മാസവും ഒരു ചെറിയ എമൗണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ പല പല പ്രൈസുകളിലായിരിക്കും അത് ബൈ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ന് ഒരു അപ്പ് ട്രെൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ അതൊരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചെറിയ എമൗണ്ടിന് അത് വാങ്ങിക്കാനായിട്ട് പറ്റും. തൊട്ടടുത്ത മാസം കുറച്ചുകൂടെ കുറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെറിയൊരു എമൗണ്ടിന് വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മളൊരു എവറേജ് പ്രൈസിനായിരിക്കും നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് ബിറ്റ് കോയിനിൽ നടത്തിയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ മറ്റേത് സെറ്റാണോ അവിടെ നടത്തിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു SIP എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ക്രിപ്റ്റോയിൽ ഈ ഒരു SIP ചെയ്യാനായിട്ട് പറ്റുക? ഏത് എക്സ്ചേഞ്ച് ആണ് നമുക്ക് അത്തരത്തിലുള്ള സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ചേഞ്ച് ഏതാണ് എന്നൊക്കെയുള്ള സംശയമായിരിക്കും നിങ്ങൾക്ക് അടുത്തതായിട്ട് വരാനായിട്ട് പോകുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ച് ആയിട്ടുള്ള ബൈനാൻസിൽ നമുക്ക് ഇത്തരത്തിൽ SIP രീതിയിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് പറ്റും. ഒരു ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ബൈനാൻസിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലും ബൈനാൻസിന്റെ പ്രൊമോഷണൽ വീഡിയോ ആയിട്ട് കാണരുത്. ബൈനാൻസുകാർ നയ പൈസ പോലും എനിക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ബൈനാൻസിൽ എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ലാപ്ടോപ്പിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ മൊബൈലിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മൊബൈലിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കിയാൽ മതി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ ഈ ഷോർട്ട് വീഡിയോ അവൈലബിൾ ആയിരിക്കും. ബൈനാൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ബൈനാൻസിന്റെ ഹോം പേജിൽ നമുക്ക് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ആ ഏൺ എന്ന് പറയുന്ന ഓപ്ഷനിൽ തന്നെ നമുക്കിവിടെ ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഓട്ടോ ഇൻവെസ്റ്റിൻ്റെ ഒരു പേജിലേക്ക് പോകുന്നതായിരിക്കും. ആൻഡ് ഇവിടെ നമുക്ക് ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരുപാട് കോയിൻസ് കാണാനായിട്ട് പറ്റും. എല്ലാ കോയിനുകളും ഇതിൽ അവൈലബിൾ അല്ല, കുറച്ച് കോയിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് ഇവിടെ ഓരോ കോയിൻസിൻ്റെയും ഹിസ്റ്റോറിക്കൽ ROI കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഈ ഹിസ്റ്റോറിക്കൽ ROI അത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളത് നോക്കുന്നത് കൊണ്ട് വലിയ ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തി, നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്ന ഒരു കോയിൻ ഉണ്ടാവുമല്ലോ, ആ കോയിൻ ഇതിലുണ്ടോ എന്ന് നോക്കുക. അതിൽ മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കുക. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ കോയിൻസിൻ്റെയും നേരെ ക്രിയേറ്റ് എ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ക്രിയേറ്റ് എ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ കോയിൻ ആവശ്യമായിട്ട് വരുന്നുണ്ട്. USDTയോ അല്ലെങ്കിൽ BUSDയോ പോലുള്ള സ്റ്റേബിൾ കോയിൻസ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ USDT ആണെന്നുണ്ടെങ്കിൽ എത്ര USDT ആണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഓരോ മാസവും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 USDT ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് എല്ലാ മാസവും ഒരു 100 USDT ആണ് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ റിക്കറിംഗ് സൈക്കിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതായത് ഡെയിലി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ, വീക്ക്ലി ആണോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ബൈ വീക്ക്ലി ആണോ അതോ മന്ത്ലി ആണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ മന്ത്ലി ആണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഡേറ്റ് ഓഫ് മന്ത്, എല്ലാ മാസവും എത്രാം തീയതിയാണ് നിങ്ങൾ ഇതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഞാനൊരു 10-ാം തീയതി കൊടുക്കുന്നുണ്ട്. ആൻഡ് എല്ലാ മാസവും 10-ാം തീയതി എത്ര മണിക്കാണ് നിങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്? ഞാനിവിടെ വീണ്ടും ഒരു 10 AM കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും 10-ാം തീയതി രാവിലെ 10 മണിക്കാണ് 100 USDT വെച്ച് നമ്മൾ ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ഡേറ്റ് ആകുമ്പോഴേക്കും നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ, നിങ്ങളുടെ ബൈനാൻസിലെ സ്പോട്ട് വാലറ്റിൽ ഈ 100 USDT എപ്പോഴും കീപ്പ് ചെയ്യേണ്ട അത്യാവശ്യമാണ്. ആ 100 USDT ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഈ ഒരു ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന പ്ലാനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ആവുകയും ബിറ്റ് കോയിൻ എന്ന് പറയുന്ന ആ ഒരു അസറ്റിൽ അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡേറ്റിൽ തന്നെ അത്രയും എമൗണ്ട്, ആ ഒരു സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ഇവിടെ വന്നിട്ട് ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്ന് പറയുന്ന ആ ഒരു ടിക്ക് ഓൺ ആക്കുക. ദെൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്നാണ് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത മാസം മുതൽ നിങ്ങളുടെ ഈ ഒരു പ്ലാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആക്ടിവേറ്റ് ആവുന്നതായിരിക്കും. അടുത്ത മാസം മുതൽ നിങ്ങൾ ഈ രീതിയിൽ 100 USDT നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ നിന്നും ഈ ബിറ്റ് കോയിനിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇനി മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള
ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ഇതിലൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന 100 USDT മുഴുവനും ബിറ്റ് കോയിനിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ എതേറിയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കോയിനുകളിലോ എല്ലാം തന്നെ ഡിവൈഡ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ വേറെ ഓരോ കോയിനുകളും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും ടോപ്പിൽ പോർട്ട്ഫോളിയോ ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അതിന് നേരെയുള്ള ക്രിയേറ്റ് എ പ്ലാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഏതൊക്കെ കോയിനുകളിലാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഏതൊക്കെ കോയിനുകളിലാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ആ കോയിനുകളെല്ലാം തന്നെ ഇവിടെ ആഡ് ചെയ്യുക. ഇവിടെ ആഡ് കോയിൻസ് എന്ന് കാണാനായിട്ട് പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള കോയിൻസ് എല്ലാം കാണാനായിട്ട് പറ്റും. ഞാനിവിടെ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യുന്നുണ്ട്, എത്തേറിയം സെലക്ട് ചെയ്യുന്നുണ്ട്, BNB സെലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഞാൻ സൊളാന സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാനൊരു 4 കോയിൻസോടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൺഫേം കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഓരോ കോയിനുകളിലും എത്ര % വീതം ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ 100 USDT ആണ് എന്നുണ്ടെങ്കിൽ ആ 100 USDTയുടെ എത്ര ശതമാനം ഓരോ കോയിനുകളിലും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനിപ്പോൾ BNBയിൽ ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്, ബിറ്റ് കോയിനിൽ ഒരു 50% ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്, എതേറിയത്തിൽ വീണ്ടും ഒരു 20% ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്, ആൻഡ് സൊളാനയിൽ ഒരു 10% ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 100 USDT സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ആയിട്ട് ഞാനിവിടെ ഒരു 100 USDT കൊടുക്കുന്നുണ്ട്. ആൻഡ് എല്ലാ മാസവും ഈ 100 USDTയിൽ നിന്ന് 50 USDT ബിറ്റ് കോയിനിലേക്കും 20 USDT BNBയിലേക്കും 20 USDT എതേറിയത്തിലേക്കും 10 USDT സൊളാനയിലേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതായിരിക്കും. സോ ഇങ്ങനെ നിങ്ങൾക്കൊരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലൂടെ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് താഴേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിക്കറിംഗ് സൈക്കിൾ നമുക്ക് സെലക്ട് ചെയ്യാം. മന്ത്ലി സെലക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡേറ്റ് ഓഫ് മന്ത് സെലക്ട് ചെയ്യാം, ലോക്കൽ ടൈം സെലക്ട് ചെയ്യാം, നമുക്ക് എത്ര മണിക്കാണ് ഏത് തീയതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ ഐ ഹാവ് റീഡ് ആൻഡ് അഗ്രി എന്ന് പറയുന്ന ടിക്ക് ഓൺ ആക്കുക, കണ്ടിന്യൂ കൊടുക്കുക, കാര്യം കഴിഞ്ഞു. ഓരോ മാസവും നിങ്ങളുടെ സ്പോട്ട് വാലറ്റിൽ നിന്നും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഈ പറയുന്ന കോയിനുകളിലേക്ക് എല്ലാം തന്നെ ഇൻവെസ്റ്റ് ആവുന്നതായിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് ഈ ഓട്ടോ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തന്നെ വിചാരിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഹാപ്പി ട്രേഡിംഗ്.